തെക്കുംകൊല്ലം എന്ന ദേശത്ത് നാരായണരും ഭാര്യയായ മാരുതിയും ജീവിച്ചിരുന്നു. നല്ല പ്രായമായിട്ടും സന്താനമില്ലാത്തതു കാരണം ഇരുവരും ദുഃഖിതരായിരുന്നു. ഇതിനൊരു പരിഹാരം മഹാദേവനല്ലാതെ ആർക്കും കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ നാരായണർ കൈലാസത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തു. വെള്ള മുണ്ടെടുത്ത് മാറ്റാടയും വലതുതോളിൽ മുണ്ടുമിട്ട് വെറ്റിലയും പൊൻപണവും എടുത്ത് കൈലാസത്തിലേക്ക് യാത്രയായി. കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് നാരായണർ നമസ്കരിച്ചു. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഭാര്യയായ മാരുതിക്ക് സന്താനമുണ്ടാകില്ല എന്ന് മഹാദേവൻ പറഞ്ഞതും അദ്ദേഹത്തിന് സങ്കടമായി. കണ്ണു നിറയുന്ന നാരായണരോട് ഖേദിക്കേണ്ട എന്നും തൻ്റെ പൊന്മകളായ ഒരു കന്നിയുണ്ടെന്നും വളർത്തുമകളായി തന്നുവിടാമെന്നും അറിയിക്കുന്നു. സന്തോഷഭരിതനായ നാരായണരോട് കന്നിയെപ്പറ്റി മഹാദേവൻ വിവരിച്ചു കൊടുത്തു. ദൈവകുലത്തിലെ ഭഗവതിയാണ്. എച്ചിലും കുപ്പയും ഒന്നും എടിയിപ്പിക്കരുത്. പാലും പഴവും കൊടുക്കണം. ഒരമ്മ പെറ്റതല്ല. സൂക്ഷിച്ചും കണ്ടും വളർത്തണം. ഇല്ലെങ്കിൽ ആപത്തും വിനയും വന്നുകൂടും. എല്ലാം മനസ്സാവരിച്ചുകൊണ്ട് നാരായണർ സമ്മതം മൂളി. പൂവണി വനത്തിൽ നിന്നും 7 തോഴികൾ കന്നിയെ കൂട്ടിക്കൊണ്ടുവന്നു. മഹാദേവൻ 2 കൈകൊണ്ടും എടുത്ത് കന്നിക്ക് മുത്തം കൊടുത്തു. ഒരു പൊന്നിൻ താമ്പാലമുണ്ടാക്കി അതിൽ കന്യാവിനെ ഇരുത്തി നാരായണരുടെ വലതു കൈയിൽ കൊടുത്തു. ഭൂമി ലോകത്ത് ഇവൾ വന്നാൽ ആ കരയിലെ ജനങ്ങൾക്ക് ഇവൾ കുലദൈവമായി ഭവിക്കുമെന്നും പള്ളിമാലയ്ക്ക് മുഹൂർത്തമാകുമ്പോൾ ഞാൻ തന്നെ ആളെയും അയക്കാമെന്നും പറഞ്ഞ് ശ്രീ മഹാദേവൻ തൻ്റെ പൊന്മകളെ വളർത്തുമകളായി നാരായണർക്ക് കൊടുത്തു. കൂടെ തൃശൂലവും പള്ളിവാളും നാഗഫണം എന്ന 2 കാൽച്ചിലമ്പും പൊന്മകൾക്ക് അച്ഛൻ്റെ സമ്മാനമായി കൊടുത്തുവിട്ടു. മഹാദേവനെ അവസാനമായി ഒന്ന് തൊഴുതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ നാരായണർ തിരിച്ച് തെക്കൻ കൊല്ലത്തേക്ക് പുറപ്പെട്ടു. നാരായണർ തിരിച്ച് കന്യാവിനെയും കൊണ്ട് മനക്കലെത്തി. മാരുതിയോട് നടന്ന സംഭവങ്ങളും എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞതും ഒക്കെ വിസ്തരിച്ചറിയിച്ചു. മാരുതിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. മാരുതി കന്യാവിനെ സ്വീകരിച്ച് എടുത്തുകൊണ്ട് കിഴക്കിനിലത്തിൽ കൊണ്ടിരുത്തി. തോഴിമാരോട് പൊന്മകളെ കുടിയിരുത്തുവാൻ പള്ളിയറ ഒരുക്കുവാൻ ആവശ്യപ്പെട്ടു. 7 തോഴിമാരും കൂടെ ചേർന്ന് ചെന്തീർത്തം വാഴും പുരയ്ക്കകം വൃത്തിയാക്കി. പൊൻചൂരൽ മണി എന്ന കട്ടിലൊരുക്കിക്കൊണ്ടിട്ടു. പൊന്മേനി മെത്തവച്ച് പുലിത്തോൽ, കരിമ്പടം, രത്നക്കമ്പിളി, വെള്ളപ്പുതപ്പ്, തലയിണ, ചേവട എല്ലാം വിരിച്ച് സൗകര്യപൂർവമാക്കി. വെളിച്ചത്തിനായി നിലവിളക്ക് നെയ്യൊഴിച്ച് 7 തിരിയിട്ട് പള്ളിമത്തയുടെ വലംഭാഗത്ത് കത്തിച്ചു വെച്ചൊരുക്കി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മാതാവിനെ അറിയിച്ചു. മാരുതി പൊന്നും താമ്പാലത്തോടെ ദേവിയെ എടുത്ത് നടുത്തളത്തിലെത്തിയപ്പോൾ ദേവി ചാടി ഭൂമിയിലേക്ക് ഇറങ്ങി. മാരുതി ഒന്ന് വിറച്ചു. ഇനി തനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയത് കൊണ്ടാകുമോ? എന്നാൽ ദേവി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, പേടിയൊന്നും വേണ്ട മാതാവേ, ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദേവി ചെന്തീർത്തം വാഴുന്ന പുരയ്ക്കകത്ത് വലതുകാൽ വച്ചു കയറി. പൊഞ്ചൂരൽ മണി എന്ന കട്ടിലിൽ വന്ന് പള്ളിവാളും തൃശൂലവും ചാരിവെച്ച് പള്ളിമെത്ത തൊട്ടു തൊഴുത് ദേവി ആരിയിരുന്നു. ഉടനെ മാരുതി തോഴിമാരെ വിളിച്ചു. ദേവിക്ക് ഭക്ഷണവും തണ്ണീർക്കുടിയും ഒരുക്കണം. അവരെല്ലാം പോയി മടപ്പള്ളി ശുദ്ധമാക്കി കുളിച്ചു വന്നു. അടുപ്പിൽ പൂനെല്ല് കൊണ്ട് തട്ടി പൊരിച്ച് പാറ്റി മലരുണ്ടാക്കി വെച്ചു. പൊന്നുന്താമ്പാലത്തിൽ പൊരിയമൃത്, പാലമൃത്, 7 ചെങ്കതളി, ചെങ്കുരുമ്പ ഇവ വച്ചു. പൊന്നും കിണ്ടിയിലും വെള്ളിക്കിണ്ടിയിലും നീര് നിറച്ചു വെച്ചു. ഇരിക്കാൻ പൊൻപലക കഴുകി തുടച്ചു വെച്ചു. മാരുതിയെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പുരയ്ക്കകത്തു കൊണ്ടുവച്ചു. മാരുതിയമ്മ മകളോട് കഴിക്കാൻ വരാൻ ആവശ്യപ്പെട്ടു. പള്ളിമത്തയിൽ നിന്നും പയ്യെ ഇറങ്ങി മെല്ലെ കയ്യും വീശി ദേവി എഴുന്നള്ളി. വെള്ളിക്കിണ്ടി എടുത്ത് കയ്യും മുഖവും നന്നായി കഴുകി. തൃപ്പലകയിൽ കിഴക്കോട്ടിരുന്നു. എല്ലാം ഭുജിച്ചു. കത്തിയെടുത്ത് ചെങ്കുരുമ്പയുടെ മുഖം വെട്ടി അതും കഴിച്ചു. സ്വർണ്ണക്കിണ്ടിയിൽ നിന്നും തണ്ണീരും കുടിച്ച് വെള്ളിക്കിണ്ടിയിലെ ജലം കൊണ്ട് കയ്യും വായും ശുദ്ധമാക്കി. മാരുതിയമ്മ എച്ചിലൊക്കെ എടുത്തു മാറ്റി. ദേവി പൊൻചൂരൽ മണി എന്ന കട്ടിലിൽ കയറി തെക്കും കൊല്ലവും നല്ലച്ഛനും വാഴുക എന്നു വാഴ്ത്തി. 7 തോഴിമാർ വെഞ്ചാമരവും ആലവട്ടവും വീശി തിരുമേയി തടവി നിന്നു. അങ്ങനെ കൈലാസനാഥന്റെ പൊന്മകളായ കന്യാവ് തെക്കും കൊല്ലം മനയകത്തെ നാരായണർക്കും മാരുതിക്കും വളർത്തുമകളായി വന്നു.